ഗൈസ്, നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ISL അനിശ്ചിത കാലത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്ന് നടക്കും എന്നുള്ള സാഹചര്യം അറിയില്ല. ഇത് നേരത്തെ തന്നെ ചില സൂചനകളും റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ക്ലബ്സുമായിട്ട് FSDL ഡിസ്കസ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ വന്നതാണ്. എന്താണെങ്കിലും നിലവിൽ FSDL എല്ലാ ക്ലബ്ബുകളെയും ഇത് ഒഫീഷ്യലി തന്നെ അറിയിച്ച് കഴിയുന്നു. അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് പോകാൻ, അതായത് ISL എന്ന് നടക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ MRA ആയി ബന്ധപ്പെട്ടുള്ള കരാർ പുതുക്കൽ നടന്നിട്ടില്ല. ഡിസംബറിലാണ് കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്ന സാഹചര്യം വരുന്നത്. പല കാരണങ്ങളുണ്ട് കോൺട്രാക്റ്റ് പുതുക്കാത്ത ഒരു ഇതിലേക്ക് വരാൻ. കാരണം 15 വർഷത്തേക്ക് ഒരു കരാറാണ് ഈ 2025 കഴിയാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ FSDLും AFFും ഈ ഒരു ഡീലിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലയളവിലൊക്കെ ഓരോ വർഷവും FSDL 50 കോടി രൂപ വീതം AFFന് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അത് മുന്നോട്ട് കൊടുക്കാൻ റെഡി അല്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് നഷ്ടങ്ങൾ ഈ FSDL സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ മുന്നോട്ടൊരു പ്ലാനാണ് വെക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഷെയർ വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി. അതിൽ 60% ഷെയർ ISL ക്ലബ്ബുകൾക്കും 26% FSDLും ബാക്കി 14 AFFനും എന്നുള്ള ഒരു രീതിയിൽ ഒരു പുതിയ പ്ലാനിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അത് AFFന് റെഡി അല്ല. കാരണം AFFന് അറിയാം ഇതിൽ നിന്ന് പണം ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി സുപ്രീം കോടതിയിൽ നിന്നൊരു പ്രധാന വേർഡിക്റ്റ് വരാണ്ട് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതുവരെ ഹോൾഡ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ചിലപ്പോൾ അതിനുശേഷം ഈ മാസം അത് വരാനിരിക്കുകയാണ്. നീക്കുപോക്കും പരിപാടികളൊക്കെ നടന്നേക്കും എന്നുള്ളതാണ്. എനിവേ, ഈ പറഞ്ഞ 50 കോടി FSDL AFFന് കൊടുക്കുന്നു. അതിൽ അവർ 30 കോടിയും PR-നും മറ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കിയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യുന്ന പരിപാടിയേക്കാൾ FSDL മുന്നോട്ട് വെച്ച പരിപാടിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പരിപാടി. കാരണം വർക്ക് ചെയ്ത് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് എത്തുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ലാഭം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് വരണമല്ലോ. കാരണം ഇപ്പം ലീഗ് ഏത് തോതിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഇതിൻ്റെ ഒരു ബിസിനസ് മോഡൽ, സാധ്യത, അല്ലെങ്കിൽ എങ്ങനെ ക്ലബ്ബുകൾ ഒരു ബ്രേക്ക് ഈവൻ സിറ്റുവേഷനിലേക്ക് വരും, ഇങ്ങനെ മൊത്തം മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആകുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലൂടെയാണ് ISL കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടേ ഇനി ലീഗ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ അലമ്പ് രീതിയിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ISL എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് പ്രധാനമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനാണല്ലോ ഗുണം ചെയ്യേണ്ടത്. പക്ഷേ ISL ഇപ്പോൾ നാഷണൽ ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലാണ്. ഇതൊക്കെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിനൊരു വളർച്ച ഉണ്ട്. നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ISLനും അത് ഗുണകരമായിട്ടുള്ള ഫാക്ടറായിട്ടൊക്കെ മാറും. അപ്പം ഏഷ്യയിലെ ഏറ്റവും വ്യൂവേഴ്സും അല്ലെങ്കിൽ അറ്റൻഡൻസും ഒക്കെ വരുന്ന ടോപ്പ് ലീഗുകളിൽ ഒന്നായിട്ട് ISL മാറിയിട്ടും എന്തുകൊണ്ട് അത് നമുക്കൊരു പ്രോഫിറ്റബിൾ സെറ്റപ്പിലോട്ട് അല്ലെങ്കിൽ ക്ലബ്ബുകൾക്കൊരു ലാഭകരമാകുന്ന തരത്തിലേക്കൊക്കെ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു തകർച്ച ഇതും അതും കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഇവർ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതം. പിന്നെ ISL നിർത്തുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലബ്ബുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും മറ്റൊരു ലീഗിന്റെ രൂപത്തിൽ എന്നുള്ളതാണ്. നിർത്തിപ്പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത്തവണ ഇതാ FSDL തന്നെ നേരിട്ട് ക്ലബ്ബുകളോട് ഇത് പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കമന്റ് ബോക്സിൽ എഴുതുക. ഇതുമായി ബന്ധപ്പെട്ടുള്ളത് മറ്റൊരു കാര്യം സൈനിങ് ഓഫ്.